കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഹരേ കൃഷ്ണ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഗുരുവായൂരിലെ ഉത്സവത്തോടനുബന്ധിച്ചുള്ള കലശ ചടങ്ങുകൾ തുടങ്ങിക്കഴിഞ്ഞു. മാർച്ച് 2 മുതൽ 19 വരെ ഉത്സവ ആഘോഷമാണ്. പൂജാ ചടങ്ങുകൾ പ്രകാരമാണ്. 1-ാം ദിവസം ദീപാരാധനയ്ക്ക് ശേഷം ആചാര്യവരണം, പിന്നീട് അത്താഴ പൂജയ്ക്ക് ശേഷമാണ് പ്രവേശനം നൽകുക. കലശം 2-ാം ദിവസമാണെങ്കിൽ കാലത്ത് മുളപൂജ മാത്രമുള്ളൂ. വൈകിട്ട് ശുദ്ധി ചടങ്ങുകൾ, പ്രസാദശുദ്ധി, മഹാകുംഭത്തിൻ്റെ സ്ഥലശുദ്ധി, അസ്ത്രകലശ പൂജ, രക്ഷോഘ്ന ഹോമം, വാസ്തുഹോമം, വാസ്തുബലി, വാസ്തുകലശ പൂജ, വാസ്തുകലശാഭിഷേകം, പുണ്യാഹം, മുളപ്പൂജ എന്നിവയുണ്ടാകും. ദീപാരാധനയ്ക്ക് ശേഷം നാലമ്പലത്തിനകത്തേക്ക് പ്രവേശനമില്ല. അത്താഴപൂജ കഴിഞ്ഞ് വടക്കേ നടയിലൂടെ മാത്രമാണ് അന്ന് പ്രവേശനമുള്ളത്. 8-ാം ദിവസം സഹസ്രകലശം എഴുന്നള്ളിച്ച് അകത്ത് കയറുമ്പോൾ മാത്രമേ കിഴക്കേ നടയിലൂടെയുള്ള പ്രവേശനം അനുവദിക്കുകയുള്ളൂ. 3-ാം ദിവസം കലശം ഇപ്രകാരമാണ്. കാലത്ത് ചതുശുദ്ധി, ധാര, പഞ്ചകം, പഞ്ചഗവ്യം, മഹാകുംഭത്തിൻ്റെ കലശപൂജ, ബിംബശുദ്ധി, കലശാഭിഷേകം എന്നിവയാണ്. വൈകുന്നേരം ആദിവാസഹോമം, മഹാകുംഭത്തിൻ്റെ ആദിവാസം, കുണ്ഡശുദ്ധി, മുളപൂജ എന്നിവയാണ് ഉണ്ടാവുക. അത്താഴ പൂജയ്ക്ക് മുമ്പ് കാപ്പ് കിട്ടുന്ന ചടങ്ങുണ്ട്. കലശം 4-ാം ദിവസം പ്രകാരമാണ്. 5 പ്രായശ്ചിത്ത ഹോമം ഉണ്ടാവും. മഹാകുംഭാഭിഷേകം ഉണ്ടാകും. ഉച്ചയ്ക്ക് മുൻപ് 5 കലശാഭിഷേകവും ഉണ്ടാകുന്നതാണ്. വൈകിട്ട് കുണ്ഡശുദ്ധി, മുളപൂജ എന്നിവയാണ് ഉണ്ടാകുന്നത്. കലശം 5-ാം ദിവസം ഇപ്രകാരമാണ്. രാവിലെ ശാന്തിഹോമം, അത്ഭുത ശാന്തിഹോമം എന്നിവയാണ്. 10 മണിക്ക് 2 കലശ അഭിഷേകം ഉണ്ടാകും. ഉച്ചപൂജ ഉണ്ടാകും. വൈകുന്നേരം കുണ്ഡശുദ്ധി, മുളപൂജ എന്നിവയാണ് നടത്തുക. കലശം 6-ാം ദിവസം പ്രകാരമാണ്. രാവിലെ നായശാന്തി ഹോമം, ചോരശാന്തി ഹോമം എന്നിവയാണ്. പിന്നീട് കൂത്തമ്പല ശുദ്ധിയുണ്ട്. 10 മണിക്ക് കലശാഭിഷേകം ഉണ്ടായിരിക്കുന്നതാണ്. ഉച്ചപൂജ ഉണ്ടായിരിക്കുന്നതാണ്. വൈകുന്നേരം മുളപൂജയുണ്ട്. കലശം 7-ാം ദിവസം ഇപ്രകാരമാണ്. കാലത്ത് ജലദ്രോണി പൂജ, കുംഭേശ പൂജ, കർക്കാരിക പൂജ, കൂത്തമ്പലത്തിനുള്ളിലാണ്. തത്വഹോമം, തത്വകലശപൂജ, നാഡീസന്ധാന പൂജ, വലിയ പാണി എന്നിവ ഉണ്ടാകും. കാലത്ത് 5 മണി മുതൽ ഏകദേശം 11:30 വരെ ദർശന നിയന്ത്രണം ഉണ്ട്. ഓർക്കുക, കലശപൂജയുടെ 7-ാം ദിവസമായ അന്ന് കാലത്ത് 5 മണിക്ക് ശീവേലിയാണ്. ഉച്ചപൂജ ഉണ്ടാവും. 1 മണിക്ക് നട അടയ്ക്കും. ഉച്ചയ്ക്ക് 2 മണിക്ക് പരികലശം നിറയ്ക്കലാണ്. വൈകുന്നേരം ആദിവാസഹോമം, കലശാദിവാസം. രാത്രി ചുറ്റുവിളക്ക് ഇല്ല. അന്ന് രാത്രി ശീവേലിക്ക് ശേഷം പ്രാർത്ഥന മാത്രമാണ്. കലശം 8-ാം ദിവസം പ്രകാരമാണ്. കാലത്ത് 5 മണിക്ക് ശീവേലി, കലശത്തിങ്കൽ പൂജ, പരികലശാഭിഷേകം എന്നിവയാണ്. കാലത്ത് 4 മണി മുതൽ 11:30 വരെയും ദർശന നിയന്ത്രണം ഉണ്ടായിരിക്കുന്നതാണ്. പാണി, സഹസ്രകലശ എഴുന്നള്ളിപ്പ്, അഭിഷേകം, ഉച്ചപൂജ എന്നിവയാണ് അതിനുശേഷം ഉണ്ടാവുക. ഉച്ചപൂജയ്ക്ക് ശേഷം ദക്ഷിണയാണ്. വൈകുന്നേരം ശ്രീബുധബലി ഉണ്ടാവും. ഇപ്രകാരം മാർച്ച് 2-ന് കലശം ആരംഭിച്ച് മാർച്ച് 8-ന് തത്വകലശവും മാർച്ച് 9-ന് ബ്രഹ്മകലശവുമാണ് ചടങ്ങുകൾ ഉണ്ടാവുക. മാർച്ച് 10-ന് രാവിലെ ആനയില്ലാ ശീവലിയാണ്. ഗുരുവായൂരപ്പന് ആനയില്ലാ ശീവലി അന്ന് മാത്രമാണ് ഉണ്ടാവുക. മാർച്ച് 10-ന് രാവിലെ ആനയില്ലാ ശീവലിയാണ് പറഞ്ഞല്ലോ. ഉച്ചയ്ക്ക് 3 മണിക്ക് ആനയോട്ടമാണ്. പ്രസിദ്ധമായ ആനയോട്ടത്തെ പറ്റി നമ്മളേവരും കേട്ടിട്ടുണ്ടാവും. ഇത്തവണത്തെ ആനയോട്ടം പ്രകാരമാണ്. ചടങ്ങിൽ പങ്കെടുക്കാനുള്ള ആനകളെ ഉച്ചയ്ക്ക് 2 മണിയോടെ മാർച്ച് 10-ാം തീയതിയാണ് മഞ്ജുളാൽ പരിസരത്ത് എത്തിക്കും. ക്ഷേത്രത്തിൽ നാഴികമണി 3 അടിക്കുന്നതോടെ പാപ്പാന്മാർ ക്ഷേത്രത്തിൽ നിന്ന് ഓടിയെത്തി മഞ്ജുളാലിന് മുന്നിൽ അണിനിരത്തിയ ആനകളെ മണി അണിയിക്കും. മാരാർ ശംഖ് മുഴക്കുന്നതോടെ ആനകൾ ഓട്ടം ആരംഭിക്കും. ആനയ്ക്കൊപ്പം ഓടാൻ ആരെയും അനുവദിക്കില്ല ഇപ്രാവശ്യം എന്നാണ് പറയുന്നത്. ആദ്യം ക്ഷേത്രഗോപുരം കടക്കുന്ന ആനയെ വിജയിയായിട്ടാണ് പ്രഖ്യാപിക്കുന്നത്. അതോടെയാണ് ആനയോട്ടം അവസാനിക്കുന്നത്. ഉത്സവം കൂടിയേറുന്ന മാർച്ച് 10-ന് ഉച്ചയ്ക്ക് 3-നാണ് ഈ ആനയോട്ടം ആരംഭിക്കുക എന്ന് പറഞ്ഞുവല്ലോ. ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ ഉത്സവത്തിൻ്റെ ഭാഗമായുള്ള പ്രത്യേക ചടങ്ങാണ് ഈ ആനയോട്ടം.
ഉത്സവകാലത്ത് ഭഗവാന്റെ സ്വർണ്ണത്തിടമ്പ് എഴുന്നള്ളിക്കുന്നതിനുള്ള ആനയെ തിരഞ്ഞെടുക്കുന്നത് ഈ ആനയോട്ടത്തിലൂടെയാണെന്ന് നമുക്ക് ഏവർക്കും അറിയാമല്ലോ. ക്ഷേത്രത്തിലെ കിഴക്കുള്ള മഞ്ജുളാര പരിസരത്ത് നിന്ന് ആരംഭിക്കുമെന്ന് പറഞ്ഞുവല്ലോ. അതുപോലെ തന്നെ ആദ്യം ക്ഷേത്രത്തിൻ്റെ കിഴക്കേ ഗോപുരം കടക്കുന്ന ആനയാണ് വിജയിയായിട്ട് പ്രഖ്യാപിക്കുന്നത്. ആ ആനയ്ക്കാണ് ഒരു കൊല്ലത്തേക്ക് ഭഗവാന്റെ തിടമ്പ് ഏറ്റാനുള്ള സൗഭാഗ്യം ലഭിക്കുന്നത്. അന്ന് അത് മാർച്ച് 10 ദീപാരാധനയ്ക്ക് ശേഷമാണ് കൊടിയേറ്റ്. മാർച്ച് 11 മുതൽ മാർച്ച് 17 വരെ രാത്രി പഴുക്കാമണ്ഡപത്തിൽ ഭഗവാനെ എഴുന്നള്ളിക്കുന്നു. പഴുക്കാമണ്ഡപത്തിൽ എഴുന്നള്ളിച്ച ഭഗവാനെ തൊഴുന്നത് വളരെ വിശേഷമാണ്. മാർച്ച് 18 പള്ളിവേട്ടയാണ്. മാർച്ച് 19 ഭഗവാന്റെ ആറാട്ട്. ഇപ്രകാരമാണ് ഈ കൊല്ലത്തെ ഗുരുവായൂർ ഉത്സവത്തിൻ്റെ ചടങ്ങുകൾ. മറ്റൊരു പ്രധാന കാര്യമുണ്ട്. അതായത് ഉത്സവ സമയമായ മാർച്ച് 2 മുതൽ ആറാട്ട് ദിവസമായ മാർച്ച് 19 വരെ നാലമ്പലത്തിനകത്തേക്ക് 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രവേശനം ഉണ്ടാകില്ല. എന്നാൽ ചോറൂണ്, തുലാഭാരം തുടങ്ങിയ വഴിപാടുകൾ പതിവ് പോലെ നടത്താവുന്നതാണ്. കുഞ്ഞുങ്ങളുമായിട്ട് ക്ഷേത്രദർശനം നടത്തുന്നവർ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഉത്സവ സമയത്ത് ഭഗവാനെ ദർശിക്കാൻ കഴിയുന്നത് പരമപുണ്യമാണ്. ഏവർക്കും ഗുരുവായൂരപ്പ ഭഗവാനെ ദർശിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം ഗുരുവായൂരപ്പ ഭഗവാന്റെ അനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു.